ഇനി ഗൾഫ് മേഖലയിലെ ചില സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം. വിദേശികൾക്കുള്ള റെസിഡൻസി നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കുവൈറ്റ് പുറപ്പെടുവിച്ച പുതിയ ഉത്തരവുകൾ ഡിസംബർ 23 മുതൽ നിലവിൽ വന്നു. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മന്ത്രിതല പ്രമേയം 2249/2025 പ്രകാരമാണ് പുതിയ റെസിഡൻസി നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. നിശ്ചിത യോഗ്യതയുള്ള വിദേശികൾക്ക് 15 വർഷം വരെ ദീർഘകാല താമസത്തിനുള്ള അനുമതി നൽകുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഇതിലുണ്ട്. ദേശ മൂലധന നിക്ഷേപ നിയമം 116/2013 കീഴിലുള്ള നിക്ഷേപകർക്കാണ് 15 വർഷം വരെയുള്ള ദീർഘകാല വീസയായ ഇഖാമ ലഭിക്കുന്നത്. കുവൈത്തിൽ സ്വന്തമായി വസ്തുവകകൾ ഉള്ളവർക്കും കുവൈത്തെ വനിതകളുടെ വിദേശികളായ മക്കൾക്കും 10 വർഷം വരെ താമസാനുമതി ലഭിക്കും. അതേസമയം വിസ ഫീസുകളിലും ഇൻഷുറൻസ് തുകകളിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. ഫാമിലി വീസയുടെ ശമ്പള പരിധി 800 ദിനാറായി ഉയർത്തി. കൂടാതെ മാതാപിതാക്കളെ കൊണ്ടുവരുന്നതിനുള്ള ഇഖാമ ഫീസ് 300 ദിനാറായും വാർഷിക ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് 100 ദിനാറായും വർദ്ധിച്ചു. സാധാരണ പ്രവാസികൾക്കുള്ള 5 വർഷത്തെ റെസിഡൻസി കാലാവധി തുടരും. ഒമാനിലെ പ്രവാസികൾക്ക് ആശ്വാസമായി സലാലയിൽ നിന്ന് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിലുള്ള മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ തീരുമാനം. 2026 മാർച്ച് 1 മുതൽ ആഴ്ചയിൽ 2 സർവീസുകൾ വീതമാണ് ഉണ്ടാവുന്നത്. കൊച്ചി സർവീസ് വ്യാഴം ഞായർ ദിവസങ്ങളിലും കോഴിക്കോട് സർവീസ് ചൊവ്വ ശനി ദിവസങ്ങളിലുമായിരിക്കും. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കുമെന്നും എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഇൻഡെക്സുകൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരം എന്ന പദവി അബുദാബി നിലനിർത്തി. ലോകത്തിലെ 380-ലധികം നഗരങ്ങളെ പിന്നിലാക്കിയാണ് അബുദാബി നംബിയോ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത്. 100-ൽ 88.2 സ്കോറോടെയാണ് അബുദാബി ഒന്നാമതെത്തിയിരിക്കുന്നത്. തായ്പേയി, ദോഹ എന്നിവയാണ് തൊട്ടു പിന്നിലുള്ള നഗരങ്ങൾ. കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വെറും 11.8 മാത്രമാണ്. മികച്ച നിരീക്ഷണ സംവിധാനങ്ങൾ, ആധുനിക പോലീസ് പട്രോളിംഗ്, ഡിജിറ്റൽ സെക്യൂരിറ്റി എന്നിവയാണ് നഗരത്തെ 1-ാം സ്ഥാനത്ത് നിലനിർത്തുന്നത്. ദുബായ് ഈ പട്ടികയിൽ 5-ാം സ്ഥാനത്താണുള്ളത്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള യാത്ര സുഗമമാക്കുന്നതിനുള്ള വൺ സ്റ്റോപ്പ് ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. UAEക്കും ബഹ്റൈനും ഇടയിലുള്ള യാത്രക്കാർക്ക് തങ്ങളുടെ യാത്ര പുറപ്പെടുന്ന വിമാനത്താവളത്തിൽ മാത്രം ഇമിഗ്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയാകും. ലക്ഷ്യസ്ഥാനത്തെ എയർപോർട്ടിൽ വീണ്ടും പരിശോധനകൾ ഇല്ലാതെ നേരിട്ട് പുറത്തിറങ്ങാം. GCC രാജ്യങ്ങൾക്കിടയിൽ ഷെങ്കൻ മാതൃകയിലുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നതിന്റെ ആദ്യഘട്ടമാണിത്. ഈ പരീക്ഷണം വിജയിച്ചാൽ 2026ഓടെ GCC ഗ്രാൻഡ് ടൂർ വിസ, യൂണിഫൈഡ് GCC ടൂറിസ്റ്റ് വിസ വഴി 6 രാജ്യങ്ങളിലേക്കും ഒരൊറ്റ വിസയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. രാജ്യത്ത് നടപ്പിലാക്കുന്ന ഭരണപരമായ പരിഷ്കാരങ്ങളിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സാമൂഹിക ബോധവൽക്കരണം വേണമെന്ന് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നിർദ്ദേശിച്ചു. ഡിജിറ്റൽ പരിവർത്തനത്തിനും സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ വേഗത്തിലാക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ GDPയിൽ ഡിജിറ്റൽ മേഖലയുടെ പങ്ക് നിലവിലെ 2% നിന്ന് 10% ഉയർത്തുകയാണ് ലക്ഷ്യം. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുൽത്താനും നടത്തിയ കൂടിക്കാഴ്ചയിൽ UPI ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ഒമാനിൽ വ്യാപിപ്പിക്കാനും ധാരണയായിരുന്നു. GCC മേഖലയിലെ ഈ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് കുവൈറ്റിലെ പുതിയ റെസിഡൻസി നിയമങ്ങളും GCC ഏകീകൃത വിസ നടപടികളും പ്രദേശത്തെ ബിസിനസ് തൊഴിൽ മേഖലകളിൽ വലിയ ഉണർവ് നൽകും. പ്രവാസികൾക്ക് കൂടുതൽ കാലം സുരക്ഷിതമായി ജോലി ചെയ്യാനും കുടുംബത്തോടൊപ്പം താമസിക്കാനുമുള്ള മികച്ച സാഹചര്യമാണ് 2026ഓടെ വരാനിരിക്കുന്നത്.